ഇപ്പോൾ ഗ്യാസിനൊക്കെ വില കൂടിയിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലയിൻ്റ് ആയി പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളും എന്തൊക്കെയാണ്, അതിനുള്ള പരിഹാരം എന്നാണ് നമ്മുടെ വീഡിയോയിൽ നോക്കുന്നത്. കൂടാതെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആവാനും ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കറോട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം കുറേ വല കെട്ടിയിട്ടുണ്ട്, കൂടുതൽ പൊടിയൊക്കെ കയറിയിട്ട് നാശമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ കംപ്ലയിൻ്റ് ആയത് 8 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഈ ഇൻഡക്ഷൻ കുക്കർ ഇത്ര നാളും എങ്ങനെ വർക്ക് ചെയ്തു എന്നൊക്കെ ഉള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനുള്ളിൽ നിറച്ചും പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 8 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഇൻഡക്ഷൻ കുക്കർ ആദ്യമായിട്ട് കംപ്ലയിൻ്റ് ആവുന്നത്. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഇറങ്ങിയ ഐബൽ ക്രൗൺ 02 എന്നൊരു മോഡലാണ് ഇൻഡക്ഷൻ കുക്കറാണിത്. അപ്പോൾ ഇതിൻ്റെ കോയിലും കാര്യങ്ങളൊക്കെ കോപ്പർ കൊണ്ടുള്ളതായിരുന്നു. ഇപ്പോഴൊക്കെ പൊതുവെ വരുന്ന വില കുറവുള്ളതൊക്കെ അലുമിനിയം വൈൻഡിങ് ആണ് വരുന്നത്. പിന്നെ ഇതേപോലെ പൊടി കാര്യങ്ങളൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ റെസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ വാട്ടർ കണ്ടൻറ്റിനൊക്കെ ഉള്ളിലേക്ക് ഫാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കയറും. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതുപോലെ പൊടി കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇതിൽ മെയിനായിട്ട് കയറുന്നത്. കൂടാതെ മറ്റു പ്രാണികൾ പാറ്റയൊക്കെ വന്നിട്ട് ഇതിനുള്ളിൽ കൂടുകൂട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഷോർട്ട് ആവാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ പാറ്റ കാര്യങ്ങളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കാറ്റ് ഡയറക്റ്റ് ഇതിലേക്ക് കയറുന്നുണ്ട്. എന്നാൽ ഇതിൽ കൂളിങ്ങിന് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമുക്കിതിൽ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാൻ വഴി നമ്മൾ നേരെ എന്ത് ചെയ്യും, ഇതിനുള്ളിലേക്ക് നമ്മളിതിൻ്റെ എയർ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്കിതിലേക്ക് എയർ കിടക്കുന്നതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും ഇതിലേക്ക് പറ്റി പിടിച്ചിരിക്കുകയും അങ്ങനെ രാത്രിയൊക്കെ പാറ്റ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിനുള്ളിൽ കയറി കൂട് കൂട്ടുകയും അത് നിങ്ങൾക്ക് ഫുഡായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വാർണിഷൊക്കെ ചെയ്ത് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് കാലങ്ങളൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ പോകും. അങ്ങനെ കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഷോർട്ടാവും. ചിലപ്പോൾ സമയത്ത് പാറ്റയൊക്കെ കയറിയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഓണാക്കുന്നത്. ആ സമയത്തൊക്കെ ഇങ്ങനെ ഷോർട്ടായി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻഡക്ഷൻ കുക്കർ ഒരു ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കണം. ഒരു കോർണറിൽ വെക്കാതെ നമുക്ക് കാറ്റൊക്കെ കിടക്കുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കൂടാതെ കുക്കറിലൊക്കെ നമ്മൾ ഫുഡ് പാചകം ചെയ്യുമ്പോൾ അതിൽ വിസിലടിക്കുന്ന സമയത്ത് ഇങ്ങനെ കോർണറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നേരെ എയർ താഴോട്ട് പോവുകയും അങ്ങനെ നേരെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇൻഡക്ഷൻ കുക്കർ വെക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ മറ്റുള്ള ഗ്യാസ് സ്റ്റൗവൊക്കെ ഇതിൻ്റെ അടുത്തുനിന്ന് മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻഡക്ഷൻ കുക്കർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ നമ്മളത് ഉപയോഗിക്കാത്ത സമയങ്ങളിൽ ഒരു കവറിൽ എന്തെങ്കിലും പാക്ക് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ കബോർഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ പാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ രാത്രി ആയിരിക്കും നിങ്ങൾ മെയിനായിട്ട് പുറത്തേക്ക് വരുന്നത്. ആ സമയത്ത് ഇതിനുള്ളിൽ കൂട് കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടാവും, നമ്മളത് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് മെയിനായിട്ട് ഒരു കംപ്ലയിൻറ്റ് വരാനുള്ളത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് ഇൻഡക്ഷൻ കുക്കർ ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്യണമെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരെ കൊണ്ട് അഴിപ്പിച്ച് ക്ലീനൊക്കെ ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ വാർണിഷ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ അഴിച്ച് നോക്കി റെഡിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ റിംഗ് ടൈപ്പ് അല്ലാത്ത മോഡലൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ വെക്കും. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പാത്രത്തിൻ്റെ ചൂട് കാരണം നമ്മുടെ ഗ്ലാസിൻ്റെ അടിയിലേക്ക് വരുന്ന ഫൈബർ കോട്ടിംഗ് ഉള്ള ഭാഗമൊക്കെ ഉരുകിപ്പോവും. അപ്പോൾ ഈ റിംഗ് ഉള്ള ഭാഗങ്ങളുള്ള ടൈപ്പാണെങ്കിൽ അങ്ങനെ ഉരുകിപ്പോവില്ല. ഇങ്ങനെ നോർമൽ മോഡലൊക്കെ വരുന്നതിൽ നമ്മൾ പാത്രമൊക്കെ കുറച്ച് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ ഉരുകിയിട്ട് അതുവഴിയൊക്കെ നമ്മൾ ഇവിടുന്ന് ഫുഡ് തിളച്ച് വീടുന്നതൊക്കെ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലഗ് പോയിൻറ്റിൽ എപ്പോഴും ഒരു റെസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതിലെ റെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫ്ലഗിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവിടെ റെസ്റ്റ് വരും. അവിടെ അങ്ങനെ സ്പാർക്കിങ് വന്നു കഴിഞ്ഞാലും ഈ IGBT കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഫ്ലെക്സ് ബോക്സ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ഡയറക്റ്റ് വയറിങ് ചെയ്തിട്ട് തന്നെ നമ്മൾ പവർ പ്ലഗ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണം. അത് ടൈറ്റ് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ലൂസ് കണക്ഷനൊക്കെ വന്നിട്ട് കംപ്ലയിൻ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് ഇൻഡക്ഷൻ കുക്കർ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറോട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ബോർഡാണ് കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുന്നത് പാനലിലേക്കുള്ള ഡിസ്പ്ലേ IC കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്.
പിന്നെ കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഇൻഡക്ഷൻ കോയിലാണ്. അപ്പോൾ ഈ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് സ്റ്റീല് അതായത് ഇരുമ്പ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്കവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോയിൽ ഉപയോഗിക്കുന്നത്. കോയിലിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഹീറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു തെർമിസ്റ്ററാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പാത്രത്തിൻ്റെ ഹീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നത്, തിളയ്ക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ ഓവർ ഹീറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഈ സെൻസർ വെച്ചിട്ടാണ് ഇത് ഓഫ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഫാന് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിലൊക്കെ നമുക്ക് ഈ സെൻസർ വെച്ചിട്ടാണ് നമുക്കിതിൻ്റെ ഹീറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ കോയിൽ ഇവിടെ ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ തെർമിസ്റ്ററുടെ സെൻസർ നമ്മൾ വെച്ചിട്ടുള്ളത് ഒന്ന് നമ്മൾ IGBTയിലേക്ക് തട്ടിച്ച് വെച്ചിട്ടുണ്ട്, മറ്റൊരെണ്ണം നമ്മൾ കോയിലിൻ്റെ സെൻറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് പ്രോഗ്രാം ICയിൽ വെച്ചിട്ട് അതിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഹീറ്റിനനുസരിച്ച് അതിൻ്റെ വാല്യൂ മാറും. അപ്പോൾ അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോയിലിൻ്റെ താഴെയുള്ള ഫെറൈറ്റ് കോറാണ്, അതായത് മിക്സ് ചെയ്തിട്ടുള്ള കോറാണ്. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിലാണ് നമുക്കിതിൽ ഓസിലേഷൻ നടക്കുന്നുണ്ട്. ഇരുമ്പിന് പകരം ഫെറൈറ്റ് കോറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫെറൈറ്റ് കോർ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ കാണുന്ന ഹീറ്റ് സിങ്കാണ്. അപ്പോൾ ഈ ഹീറ്റ് സിങ്കിൽ നമ്മൾ വെച്ചിട്ടുള്ളത് IGBTയും പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയറുമാണ് വെച്ചിട്ടുള്ളത്. ഇത് ഓവർ ഹീറ്റ് വരുന്നതുകൊണ്ട് ആണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫാൻ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഹീറ്റ് കൂൾ ചെയ്യിക്കേണ്ടത്. ഇനി നമ്മൾ കാണുന്നത് ബലൂൺ കോയിലാണ്. ഈ ബലൂൺ കോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിതിലേക്കുള്ള ഓസിലേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്കൊരു ബൂസ്റ്റിംഗ് കൂടി കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ബലൂൺ കോയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 5 mmFൻ്റെ ഹൈ വോൾട്ടേജ് പോളിസ്റ്റർ കപ്പാസിറ്റർ വെച്ചിട്ടാണ് നമുക്കിതിലേക്കുള്ള വോൾട്ടേജ് കോയിൽ വഴി നമ്മൾ IGBTയിലേക്ക് കടത്തി വിടുന്നത്. പിന്നെ ഈ പോളിസ്റ്റർ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ളത് ഇൻഡക്ഷൻ കോയിലുമായിട്ട് പാരൽ ചെയ്തിട്ട് ഒരു ഓസിലേഷനും കൂടി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് നോക്കുമ്പോൾ കാണുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള ഒരു കപ്പാസിറ്റർ കാണാം. ഇത് നമുക്ക് ലൈൻ വോൾട്ടേജ് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ കപ്പാസിറ്റർ വലിയ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 18 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ ഉണ്ട്. കൂടാതെ 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ICയിലേക്കുള്ള വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഇവിടെ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പവർ സപ്ലൈ കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ വരുന്നത്. പിന്നെ പ്രോഗ്രാം ICയും കാണാം. അപ്പോൾ ഇതിലേക്ക് വരുന്നത് മെയിനായിട്ട് വരുന്നത് നമുക്ക് പാറ്റയൊക്കെ കയറുമ്പോൾ മെയിനായിട്ട് വരാറുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ IGBT ഒക്കെ സാധാരണ അടിച്ചു പോകാറുണ്ട്. പിന്നെ നമുക്ക് വല്ല എറർ കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഹൈ വാല്യൂ റെസിസ്റ്ററിൻ്റെയൊക്കെ കംപ്ലയിൻറ്റ്സ് കൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ 18 വോൾട്ടിൻ്റെ കൂളിംഗ് ഫാൻ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാൻ വർക്ക് ചെയ്യാതെ വന്നാലും നമുക്ക് ഇതേപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ കുറച്ച് നേരം വർക്ക് ചെയ്യുമ്പോൾ ഓഫായി പോകും. അതൊരു കംപ്ലയിൻ്റ് ആണ്. പിന്നെ കൂടാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൈ വാല്യൂ റെസിസ്റ്ററും കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആയാലും ഇതേപോലെ കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ PCB കാര്യങ്ങളൊക്കെ ഷോർട്ട് ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഇൻഡക്ഷൻ കുക്കറോടെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് ഹൈ വാല്യൂ റെസിസ്റ്റർ കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. PCB ഷോർട്ടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഇതുവരെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. കൂടാതെ ഒരുപാട് വീഡിയോസ് പ്ലേലിസ്റ്റിലും കാര്യങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രചോദനം.